കളിയിക്കാവിള കൊലപാതകത്തിലെ മുഖ്യ ആസൂത്രകൻ പിടിയിൽ. ഒളിവിലായിരുന്ന സുനിൽകുമാറാണ് പിടിയിലായത്. വിജിൻ ചേരുന്നു. വിജിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിനെ വെട്ടിച്ച് ഇയാൾ നടക്കുകയായിരുന്നു. സംസ്ഥാനം വിട്ടുവെന്ന് ശ്രുതിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും ഷമ്മി, പാറശാലയിൽ വെച്ചാണ് കളിയിക്കാവിള പോലീസ് ഈ സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ, കൊലപാതക കേസിൽ ഏറ്റവും സുപ്രധാനമായ ദുരൂഹത നീക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് സുനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ കൊല നടത്തിയ അമ്പിളി എന്ന സജികുമാറും ഒപ്പം തന്നെ ഈ സുനിൽകുമാറിൻ്റെ സഹായിയായ പ്രദീപ് ചന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ ദുരൂഹത നീക്കണമെങ്കിൽ സുനിൽകുമാറിൻ്റെ അറസ്റ്റോടെയും സുനിൽകുമാറിൻ്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെയും മാത്രമേ സാധിക്കുള്ളൂ എന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനായിട്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ പാറശാലയിൽ വെച്ച് സുനിൽകുമാറിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സുനിൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യും. എന്തായാലും ദീപുവിൻ്റെ ദാരുണ കൊലപാതകത്തിൻ്റെ വഴിത്തിരിവായി മാറും സുനിൽകുമാറിൻ്റെ അറസ്റ്റ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടന്നതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരണമെങ്കിൽ സുനിൽകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഈ സുനിൽകുമാറിനെ ഇന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും തുടർന്ന് സുനിൽകുമാറിനെയും ഒപ്പം തന്നെ ഈ കൊല നടത്തിയ സജികുമാറിനെയും ഒപ്പം പ്രദീപ് ചന്ദ്രനെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെയാണ് പോലീസ് കടക്കുക. അതിനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുക. എന്തായാലും കുറേ ദിവസമായി അന്വേഷണം നടത്തുന്നതിനിടെ ഇപ്പോൾ സുനിൽകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷമ്മി, വിജിന്, ഇയാൾ എവിടെയായിരുന്നു ഒളിവിലായിരുന്നത്? ആരൊക്കെ ഇയാളെ സഹായിച്ചിട്ടുണ്ട്? ഇയാൾ സംസ്ഥാനം വിട്ട് പുറത്തു പോയിട്ട് പിന്നീട് തിരികെ എത്തിയതാണോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഷമ്മി, അത്തരം വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ അറസ്റ്റിലായി എന്ന വിവരം മാത്രമാണ് വരുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ആരൊക്കെയാണ് സുനിൽകുമാറിനെ ഈ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കൊല നടത്തിയതിൽ കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ സുനിൽകുമാർ ആണോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് കൊലപാതകം ചെയ്യാൻ അമ്പിളി എന്ന സജികുമാറിന് കഴിയില്ല എന്ന കാര്യത്തിൽ പോലീസ് നേരത്തെ തന്നെ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. ഇനി സുനിൽകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഏതൊക്കെ രീതിയിലാണ് കൊലപാതകം പ്ലാൻ ചെയ്തത്, ഇതിൻ്റെ ദുരൂഹത എന്തൊക്കെയാണ്, ഇതിൻ്റെ കാരണം കൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് കടന്നത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു വ്യക്തത വരണമെങ്കിൽ സുനിൽകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യണം. എന്തായാലും തമിഴ്നാട് ഈ പാറശാല കളിയിക്കാവിള മേഖലകളിൽ തന്നെയാണ് സുനിൽകുമാർ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പ്രദീപ് ചന്ദ്രൻ ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുനിൽകുമാറിൻ്റെ. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം സുനിൽകുമാർ ഒളിവിൽ പോകുന്ന സമയത്ത് ഈ പ്രദീപ് ചന്ദ്രനുമായിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നത്. ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രദീപ് ചന്ദ്രനെ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇക്കാര്യത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളും ഈ ദുരൂഹത നീക്കാൻ ആവശ്യമായ വ്യക്തതയും ഉണ്ടാകും എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഷമ്മി, വിജിൻ, ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇയാളുമായി ബന്ധമുള്ള ആൾക്കാരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ ഈ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിനെ എങ്ങനെയാണ് പോലീസിന് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞത്? ഷമ്മി, എന്തായാലും പലതരത്തിലുള്ള മൊബൈൽ ടവറുകളും ഒപ്പം തന്നെ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇയാളുടെ സഹായികളായ ആളുകളുമായി ഒക്കെ പോലീസ് നിരന്തരം അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും അവരുമായി നിരന്തരം സംസാരിക്കുകയും അവരെ നിരീക്ഷണത്തിൽ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പാറശാലയിൽ നിന്ന് ഈ സുനിൽകുമാറിൻ്റെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലാണ്, ഇവിടെയൊക്കെ ആയിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തത വരൂ. കൂടുതൽ ആളുകൾ ഇയാളെ ഈ ഒളിവിൽ കഴിയാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കളിയിക്കാവിള പോലീസും അതുപോലെ തന്നെ കേരള പോലീസും ഒക്കെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പാറശാല, നെയ്യാറ്റിൻകര, കളിയിക്കാവിള ഒപ്പം തന്നെ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു സുനിൽകുമാറിനായിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാറശാലയിൽ നിന്ന് സുനിൽകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഇയാളെയും മറ്റ് 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പും ഒപ്പം തന്നെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ പോലീസ് കടക്കുക. എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരാനുണ്ട്. അത് സുനിൽകുമാർ അറസ്റ്റിലാകുന്നതോടുകൂടി ലഭിക്കും എന്നായിരുന്നു പോലീസ് കരുതിയത്. അതിലാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ പ്രതികളിൽ ഒരാൾ, 2ാം പ്രതിയായ സുനിൽകുമാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷമി.
വിജിൻ, ഇവർ ഈ 3 പ്രതികളും പ്രദീപ് ചന്ദ്രൻ, സുനിൽകുമാർ, അതുപോലെ തന്നെ മറ്റ് രണ്ടാമത് അറസ്റ്റിലായ ആൾ, ഇവർ 3 പേരും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് എന്തുകൊണ്ട് ഇയാളെ കൊലപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തി? ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഷമി, ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ JCB വാങ്ങിക്കാനും അതുമായി ബന്ധപ്പെട്ട ബിസിനസ് ഇടപാടുകളുമായി ഒക്കെ ബന്ധപ്പെട്ടായിരുന്നു ഈ ദീപു ഇവരുമായി സംസാരിക്കുകയും തുടർന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തത്. അതിനിടയിലാണ് കാറിൽ നിന്ന് കൊലപ്പെടുത്തിയ വിവരം പുറത്തറിയുന്നത്. ഈ കാറ് ആ സമയത്ത് ഓൺ ചെയ്തിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ അമ്പിളിയിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. സജികുമാർ എന്ന് വിളിക്കുന്ന അമ്പിളിയിലേക്ക് എത്തിച്ചേരുന്നത്. അമ്പിളി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാകുന്ന രീതിയിൽ കുറേ ഈ കൊലക്കേസുകളിലും ഒപ്പം തന്നെ മറ്റ് കേസുകളിലും ഒക്കെ പ്രതിയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത അമ്പിളി ഏത് രീതിയിലാണ് ഈ തെളിവുകൾ കൃത്യമായി പോലീസിന് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് എന്ന കാര്യത്തിലും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണ് ഈ പ്രദീപ് ചന്ദ്രൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത് സജികുമാറിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രദീപ് ചന്ദ്രനിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഏറ്റവും അവസാനം സജികുമാർ ഒളിവിൽ പോകുന്നതിന് മുമ്പ് പ്രദീപ് ചന്ദ്രനുമായി സംസാരിച്ചതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഒപ്പം തന്നെ പാറശാലയിൽ വെച്ച് മറ്റൊരു വാഹനം, പ്രതികൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന ഒരു വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ ആ വാഹനം കസ്റ്റഡിയിലെടുത്ത സ്ഥലത്തെ സർവീസ് സെൻ്റർ ഉടമയെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഈ സുനിൽകുമാറിലേക്കുള്ള അന്വേഷണം കൂടുതൽ വ്യാപകമായ തിരച്ചിലും അയാൾ പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും ഒക്കെ പോലീസ് നടത്തിയത്. അയാളുമായി ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ നിരീക്ഷണത്തിലാക്കിയിരുന്നു പോലീസ്. ഇതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ സുനിൽകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സുനിൽകുമാറിനെ പിടികൂടിയിരിക്കുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം സുനിൽകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. തുടർന്ന് ഏതൊക്കെ തരത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ, എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരുത്താനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാന കാര്യം. ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും നിർണായകവുമാണ്. ഈ കേസിൽ ഏത് തരത്തിലുള്ള ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് പ്രതികളെ നയിച്ചത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത പോലീസിന് ഇതിൽ നിന്ന് വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിജിൻ, ഈ അറസ്റ്റിലായ 3 പേർക്കും മുൻപ് മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? ഇവർ ബിസിനസ്സുകാരായി നിൽക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബന്ധം ഇവർക്കുണ്ടോ? ഷമ്മി, ആദ്യം പിടിക്കപ്പെട്ട കൊല നടത്തി എന്ന് പറയുന്ന ഈ അമ്പിളി എന്ന സജികുമാർ നിരവധി കേസുകളിലെ പ്രതിയാണ്. ഒരു കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. ഈ സുനിൽകുമാർ എന്ന് പറയുന്നത് ഇവരുമായി ബിസിനസ് ഇടപാട് ഉള്ള ആളാണ്. സുനിൽകുമാറിന് സ്വന്തമായി മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയാണ് നടത്തുന്നത്. അവിടെ നിന്നാണ് സർജിക്കൽ ബ്ലേഡും ഒപ്പം തന്നെ ഗ്ലൗസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, കൊലപാതകം നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ഒക്കെ ഈ അമ്പിളിക്ക് ലഭിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ലൈസൻസ് ഇല്ലാത്ത ഭാഗമായി ലൈസൻസ് ഈ കടയ്ക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ ഈ സുനിൽകുമാറിൻ്റെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ് പ്രദീപ് ചന്ദ്രനിലേക്ക് നയിച്ചത്. ഈ സുനിൽകുമാറും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ദീപുവുമായി ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാറുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചത്. അതിനിടയിലാണ് സുനിൽകുമാറിൻ്റെ സഹായി കൂടിയായിട്ടുള്ള ഈ പ്രദീപ് ചന്ദ്രൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിൽ സുനിൽകുമാറിനായുള്ള അന്വേഷണം വ്യാപകമായി നടത്തുകയായിരുന്നു തമിഴ്നാട് പോലീസും ഒപ്പം തന്നെ കേരള പോലീസും. അതിനിടെയാണ് ഇപ്പോൾ സുനിൽകുമാർ പിടിയിലായിരിക്കുന്നത്. ദീപു വധക്കേസുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരൻ പോലീസ് പിടിയിലായിരിക്കുന്നു. വിജിനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.